അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഡയാന കൈക്കൂലി മേടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അയ്യോ അല്ല, ആര് പറഞ്ഞല്ലാന്ന്? ഇല്ല, ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കുറച്ച് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കാട്ടെ താത്താന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ അറിയാവോ അതിന് പറഞ്ഞു തരാനായിട്ട്? എനിക്കെന്താ അറിയില്ലേ? നീ ഒറ്റക്കൊമ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്, പക്ഷേ നീ ഒന്നും കേട്ടിട്ടില്ല. നീ ഇരട്ടച്ചങ്കൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? സപ്ലൈകോന്റെ സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ ഇവന്മാര് കുറെ വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ ഏതാണ്ട് വളഞ്ഞു കഴിയെന്ന് മനസ്സിലായ കുറെയൊക്കെ ലംഘിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാലാ ഇതെല്ലാം സ്ഥാനാർത്ഥികളെ പോലെ അങ്ങോട്ട് മറന്നു പോകും. തുറന്നോ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്തിയൊരാരാത്രി. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ, നമസ്കാരം. ഇത് Once Upon a Time സീസൺ 4 The Stand Up for Girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ അത്രത്തോളം അല്ലെങ്കിൽ വളരെയധികം മനസ്സിലാക്കിയവർക്ക് മാത്രമേ നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഹാസ്യത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. നമുക്ക് തമാശകൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സ് തുറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പൊട്ടിച്ചിരിയുടെ നർമ്മ മുഹൂർത്തങ്ങൾ ഒരുക്കിക്കൊണ്ട് Once Upon a Time സീസൺ 4 മറ്റൊരു പുതുമകൾ നിറഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. രമേശ് പിഷാരടി, രചന നാരായണൻകുട്ടി. നമ്മുടെ ഷോയുടെ ബിഗസ്റ്റ് അട്രാക്ഷൻ ആയ ഹൈലൈറ്റ് ആയ നമ്മുടെ സ്വന്തം താത്തയെ വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അവർ വെരി ഓൺ താത്ത പ്രോ മാക്സ്. ഗംഭീര വാക്കുകളാണല്ലോ പറഞ്ഞേക്കുന്നത്. പിഷാരടിയേ, ഇതൊന്നും അവള് കൈന്നിട്ട് പറയണല്ല. പിന്നെ ഓരോ വാക്കിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് എന്റെ എഴുതി മേടിക്കണതാ. ശരിയാ. ഇത്ര ഈ ഷോയുടെ തുടക്കത്തിലേക്ക് നമ്മുടെ ബെസ്റ്റ് അട്രാക്ഷൻ ഓഫ് ദ ഷോ എന്നൊക്കെ പറഞ്ഞ് രജനി ഇപ്പൊ രജനിയാണ് അട്രാക്ഷൻ. വിചാരിച്ചു പോയി. ആ സമയത്ത് താത്തയാണ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഡയാന കൈക്കൂലി മേടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അയ്യോ അല്ല, അല്ല, ആര് പറഞ്ഞല്ലാന്ന്? ഒരു വാക്കിന് ഇത്ര രൂപ വെച്ചിട്ട് മേടിച്ചിട്ടല്ലേ ഇത്? ഞാൻ പറഞ്ഞില്ലേ രജനേന്റെ അടുത്ത് പറയണേല് നല്ല നല്ല വാക്കുകൾ എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറി നന്ദി. അല്ല, കാര്യം പറയുമ്പോ നീ എന്തിനാ ചൂടാവണേ? കണ്ണുറ്റി കാണിക്കണ എന്തിനെ? വാങ്ങിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞില്ല? ഇന്നലെ വൈകുന്നേരം വന്നിട്ട് നീ എന്താ പറഞ്ഞേ? എന്താണ്? കുറച്ച് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കാട്ടെ താത്താന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ ഞാനിപ്പോ രമേശ് ചേട്ടനോട് ചോദിക്കാം, രജനോട് ചോദിക്കാം, താത്തയോട് ഒന്നും ചോദിക്കാൻ പോവില്ല. അറിയാവോ അതിന് പറഞ്ഞു തരാനായിട്ട്? എനിക്കെന്താ അറിയില്ല. നീ എന്ത് വർത്താനായി പറയണേ? ഈ ലോകത്തിലുള്ള സ്പന്ദനം വരെ എനിക്കറിയാം മാത്തമാറ്റിക്സിലാണെന്ന്. അതെ, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഈ ആങ്കറിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഈ പെണ്ണ് പറഞ്ഞ കേട്ടാ, ഇവരെ കയ്യിൽ നന്നായിട്ട് ആങ്കർ ചെയ്യണം. പിള്ളേർക്കറിയാം. നീ ഇവരുടെ മുമ്പിൽ ഒന്നും അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ കിടന്ന് പ്രകടനം. നമ്മളൊക്കെ വലിയ സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന ആങ്കറിംഗ് എന്ത് ചെയ്യാ? പിള്ളേരെ വിളിക്കുന്ന പരിപാടി ഞാൻ വേണമെങ്കിൽ വിളിച്ചു കാണിച്ചു തരാമല്ലോ, ഈസി ആയിട്ട്. മക്കളെ, ആ വീഡിയോ വാളിന്റെ അവിടെ പതുങ്ങിയിരിക്കണ പിള്ളേർ രണ്ടെണ്ണം കൂടി കയറി വാ മക്കളെ. കണ്ട, ഇത്രേ ഉള്ളൂ. ഇതിനാണ് വെറുതെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണേ. ഇങ്ങനെ വിളിച്ചാ മതിയായിരുന്നോ? പിന്നല്ലാണ്ട്. രണ്ടുപേരും നല്ല കളർഫുൾ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ലുക്കിംഗ് വെരി സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. നെറ്റി സോഫി ചേച്ചി, നല്ല രസമുണ്ടല്ലോ ഒന്ന് രണ്ടുപേരും കാണാൻ. ഒരു ചേച്ചിയുടെ കമ്മലൊക്കെ മാറ്റി അല്ലേ? മൊത്തത്തിൽ ഒന്നും കൂടി അങ്ങോട്ട് തിളങ്ങാന്ന് വിചാരിച്ചിട്ടാണ് വരവ്. ഒന്ന് മോഡേണാവുന്നത്. കമ്മൽ മാത്രമൊന്നുമല്ല, ആ മാല ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നുന്നു എനിക്ക്. നല്ല ഒന്നാന്തരം മാല. ഈ പഴയ റാണിമാരൊക്കെ പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ ഒരു പാട്ട് കഴിയുമ്പോ കറണ്ട് പോയി കഴിഞ്ഞിട്ട് കറണ്ട് വരുമ്പോ റാണിയുടെ കട്ടിൽ കാണാണ്ട് പോവില്ലേ? കറണ്ട് വരുമ്പോ നെക്ലേസ് എന്ന് പറഞ്ഞ കാര്യം ആ മാലയാണ് ഇട്ടിരിക്കുന്നത്. വിദേശീയ ജർമ്മനി ഇതൊക്കെ പറഞ്ഞപ്പോ ലിറ്റി പതുക്കെ നിൽക്കുന്നു. എന്റെ കമ്മൽ നല്ലതാണ്. കൈ കിടക്കുന്ന എന്തുവാ?
പിന്നെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല, കണ്ടില്ലേ? ഉടുപ്പിന്റെ ടാഗാണ് അത്. വിത്ത് വള. പുതിയ ഉടുപ്പാ? പുതിയ ഉടുപ്പല്ല, പഴയ ഉടുപ്പ് തന്നെ. ആ, പക്ഷെ okay. ഇട്ടത് ആദ്യമായിട്ടാന്നേ ഉള്ളൂ. അയ്യോടാ. മേടിച്ചിട്ട് ഇടാതെ വെക്കും. അത് ചിലരുടെ ഒരു വലിയ ശേഷി കേട്ടോ. ഞാൻ അങ്ങനെയാ. ഞാനൊക്കെ മേടിച്ചാൽ അപ്പൊ തന്നെ പറ്റുമെങ്കിൽ ഷർട്ട് കടയിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോയ ഷർട്ട് ബാഗിൽ ഇട്ടിട്ട് ആ മുറിയിൽ നിന്ന് മാറി ഇട്ടുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇല്ല ഇല്ലത്. പിന്നെ ഈ രമേശ് ചേട്ടൻ റീയൂസ് ചെയ്യില്ല അല്ലേ? ഒരു പ്രാവശ്യം ഇട്ട ഷർട്ട് പിന്നെ ഉപയോഗിക്കത്തില്ല, അങ്ങനെ എന്തോ ഇല്ലേ? പിന്നെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ രാജകുടുംബത്തിൽ ഒരു പ്രാവശ്യം ഇട്ട ഷർട്ട് രണ്ടാമത് ഇടാതെയുള്ള നടക്കുന്നത്. ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തരുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ ഉടുത്ത സാരി വീണ്ടും ഉടുക്കാതെ 365 ദിവസം ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അതായത് പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ ദിവസം ഓരോ സാരി ഓരോ ദിവസം ഓരോ സാരി. ആ കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടേ ഇല്ല. അയ്യോ, പറഞ്ഞപ്പോഴാ എന്റെ സാരി മാത്രല്ല, ഡെഫിനറ്റ്ലി അമ്മയുടെ സാരി ഉണ്ട്. അങ്ങനെ സാരികൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ടീച്ചേഴ്സ് ഇങ്ങനെ സാരീസ് ഇങ്ങനെ ഭയങ്കര നിങ്ങൾ നോക്കും കേട്ടോ, നോക്കി ഏതൊക്കെ സാരി ഏതൊക്കെ ദിവസം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എത്ര രൂപയായിരിക്കും, ഭയങ്കര അല്ലേ? കുട്ടികളൊക്കെ അത് നോക്കണാണ്. അതെ, നമുക്കിവിടെ 2 ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉണ്ട്. മാം പറയൂ, ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്, അത് പറയൂ ആദ്യം. ഞങ്ങൾ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസി, കാഞ്ഞിരപ്പള്ളി. ഓക്കെ, അടിപൊളി. ടീച്ചർ എങ്ങനെ 365 ദിവസം ഒരേ സാരിയാണോ? സാരി മാറുമോ? അല്ല, 365 ഞാനിങ്ങനെ ഒരു അക്കാഡമിക് ശനി ഞായർ ഒഴിവുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. മാക്സിമം പോസിബിൾ മാറ്റി മാറ്റി കൊടുക്കാൻ ശ്രമിക്കും. കുട്ടികളെല്ലാം നമ്മളെ കാണുന്നതല്ലേ. എത്ര സാരി ഉണ്ട്? എനിക്കൊരു 50 അത്ര 50 ഉണ്ട്. അപ്പുറത്തെ ടീച്ചറിനോട് കൊടുത്തേ. ടീച്ചറിന്റെ ക്രേസ് എനിക്ക് തോന്നുന്നു ആക്സസറീസ് ആണെന്ന് തോന്നുന്നു. ആണോ? എനിക്ക് ആക്സസറീസിനോട് കുറച്ച് ക്രേസ് കൂടുതലാണ്. നല്ല കമ്മലൊക്കെ ഇട്ട് സാരീസും ഉണ്ട്. എത്ര സാരി ഉണ്ട്? എനിക്ക് എന്റെ അമ്മയുടെയും എന്റെയും സിസ്റ്ററിന്റെയും മദർ ഇൻലോയുടെ എല്ലാവരുടെയും കൂടെ കൂട്ടിയുള്ള സാരീസ്. എന്നാലും സ്വന്തം എത്ര സാരി 200+ എന്തായാലും ഉണ്ടാവും, എല്ലാം കൂടി ഉണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റണല്ലോ 200 സാരി എന്നൊക്കെ പറയുന്നത്. വല്യമ്മ ചെറിയമ്മ മക്കള് ബീരാനിക്ക് ഇതുപോലെ തന്നെയാണ്. ബീരാനിക്ക് രചനയുടെ മാതിരിയാ. ബീരാനിക്ക് 365 ദിവസവും ഇതുപോലെ ഒറ്റ ഉടുപ്പാ. എന്നാ പിന്നെ കഥ പറയട്ടെ? പറയണോ? പറഞ്ഞേര് 365 ദിവസത്തേക്ക് കൂടെ ഒരു കഥയേ ഉള്ളൂ. അതെ, സ്വന്തമായി കേബിൾ TV നടത്തുന്ന നായകന്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി സംഭവിക്കുന്നു. അയാൾക്കും കുടുംബത്തിനും ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നു. അത് മറച്ചു വയ്ക്കാൻ അയാൾ ഒരു വെൽ പ്ലാൻഡായി കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുന്നു. ഭാര്യയെയും മക്കളെയും തത്ത പറയുന്നത് പോലെ നുണ പറയാൻ പഠിപ്പിക്കുന്നു. പക്ഷേ പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തുമ്പോൾ ഇളയ മകൾ ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. പുറത്തെടുത്ത അസ്ഥികൂടം കണ്ട് എല്ലാവരും ഞെട്ടി. മണവാളൻ അത് കണ്ട് മുയ്മോനും മീൻ കൊത്തി തിന്നേ എന്ന് കരഞ്ഞു. അസ്ഥികൂടത്തിൻ്റെ കൈ പൊക്കി കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ഹരികൃഷ്ണൻ്റെ ബോഡിയല്ല എന്നും അവൻ്റെ കയ്യിൽ ഒരു മറുകുണ്ടെന്നും മണവാളൻ ധർമ്മേന്ദ്രയോട് പറയുന്നു. ഇതെല്ലാം കരയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നായകൻ അതുവഴി വന്ന സായിപ്പിനോട് എൻ്റെ അനിയൻ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവാൻ പോണേ, രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറയുന്നു. ഇത് കേട്ട സായിപ്പ് തൻ്റെ ബാഗും ഡ്രസ്സും എല്ലാം അഴിച്ചുവെച്ച് വെള്ളത്തിലേക്ക് ചാടുന്നു. ഈ തക്കത്തിന് വിഷ്ണു സായിപ്പിൻ്റെ സാധനങ്ങളെടുത്ത് മുങ്ങാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടു നിന്ന കൈമളെങ്കിൽ കല്യാണിയുടെ ഭർത്താവായി ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് താത്തയുടെ ഇന്നത്തെ കഥ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആദ്യം പറഞ്ഞത് ദൃശ്യം, എല്ലാം മൊത്തം പറ. ചേച്ചിക്ക് മനസ്സിലായോ? ആദ്യം പറഞ്ഞ ദൃശ്യം, പിന്നീട് പറഞ്ഞ ചിത്രം, ഇനി ഇടയ്ക്ക് പറഞ്ഞ എന്താന്ന് നോക്കട്ടെ. ചിത്രമാണ് എനിക്ക് കിട്ടിയത്. മറ്റേ പടക്കത്തിന്റെ കഥയാണ്. പേര് പറ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിനൊരു ജീവിയുടെ വാലുമായിട്ട് ബന്ധമുണ്ട്. പുലിവാൽ കല്യാണം. ഓ, ജയിച്ചു. സൂപ്പർ. ഈ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഈ ഭൂമി വെറും വട്ടഭുജം എന്ന് ചാക്കോ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഈ കണക്ക് ആരംഭിക്കുന്നത് എന്നിലൂടെയാണ്. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ലടാ എന്ന് രണ്ടിനോട് ഒന്ന് പറഞ്ഞു. ഒന്നത് കേട്ട് ഞെട്ടി.
അവനേക്കാൾ വലിയവൻ ഞാനാണ്. എന്നിട്ട് അവന് അഹങ്കാരമില്ലെന്ന്. അവിടെ തുടങ്ങി 1ഉം 2ഉം തമ്മിലുള്ള വഴക്ക്. ആ വഴക്കൊന്നും നമുക്ക് കാണാട്ടോ. ഒന്ന് പറഞ്ഞു, എടാ നിന്നെ എത്ര നാൾ കൂടിയാടാ ഈ കൊടക്കമ്പി പോലെ എഴുതി 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 ഒന്ന് നേരെ ആവണേ. എന്നെ 2 തരത്തിൽ എഴുതിയിട്ടാണ് എല്ലാവരും തൃപ്തിയാവണേ. പിന്നെ നിന്റെ ഒരു ചത്ത മീൻ്റെ കണ്ണ് പോലത്തെ ഒരു 2ഉം മുതുക് വളഞ്ഞ ഒരു 2 അല്ലേടാ നിന്റെ അവസ്ഥ. ഞാൻ അങ്ങനെ തന്നെയാണോ? നട്ടൽ നിവർത്തി നിവർന്ന് നിൽക്കണ 1. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ എന്തായാലും 2 പറഞ്ഞു. നീ ഒരു മുട്ടത്തലേനെ താങ്ങിയല്ലേടാ നീ നിൽക്കണേ. ആ മുട്ടത്തലേൻ എന്താ? അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉരുട്ടി ഉരുട്ടി അങ്ങ് കൊണ്ടോണേ. അതാണ് ഭൂമിയുടെ സ്പന്ദനം. അതെങ്ങനെയാ ഭൂമിയുടെ സ്പന്ദനമാവണേ? ഓൾജിബ്രയാണ് ഭൂമിയുടെ സ്പന്ദനം. നീ കേട്ടിട്ടില്ലേ? A+B² A² + 2AB + B². അതിൽ എത്ര 2 ഉണ്ടെന്ന് നീ നോക്കടാ. നീ വെറും 1. അപ്പോൾ 1നെ അതങ്ങോട്ട് പിടിച്ചില്ല. 1 പറഞ്ഞു, എടാ നിനക്ക് മുന്നേറണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വേണം. എന്തിന്? നിൻ്റെ എനിക്കൊരു ആവശ്യമില്ല. നീ ഒന്നായിട്ട് ഇഴഞ്ഞ് വന്നേലും നല്ലത് ഞാൻ ഇരട്ടിച്ച് അങ്ങോട്ട് പൊക്കോളാം. 1ന് ദേഷ്യം വന്നു. ഞാൻ നിനക്കൊന്നങ്ങ് തന്നാലുണ്ടല്ലോ, ഞാൻ തിരിച്ച് 2 അങ്ങ് തരും. 1 വിചാരിച്ച് ഈ കലിപ്പിനെ കൊണ്ട് തോറ്റില്ല, ഇവനെ ഒന്ന് അടക്കിയിരുത്താൻ എന്താ മാർഗം എന്ന് ആലോചിച്ചിട്ട് 1 പറഞ്ഞു, എടാ 1ാം സ്ഥാനം സ്വർണ്ണമാണ്, നീ വെറും വെള്ളിയല്ലേ വെള്ളി. 2 അത് കേട്ടപ്പോൾ ഒരു വെള്ളിടി വെട്ടിയ പോലെ. പക്ഷെ 2 വിട്ടുകൊടുത്തില്ല. 2 പറഞ്ഞു, ഈ ഭൂമി മലയാളത്തിൽ എല്ലാവരും ഈ ലോകം മുഴുവനും വെള്ളി എന്ന ദിവസത്തിലൂടെ കടന്നു പോണത്. നീ കേട്ടിട്ടില്ലേടാ ഗുഡ് ഫ്രൈഡേ എന്ന്? നീ 1നും കൊള്ളാത്തവൻ എന്ന് 1നെ പറഞ്ഞപ്പോൾ 1 പറഞ്ഞു, നീ 2ഉം കെട്ടവൻ. 1ന് ദേഷ്യം വന്നു. 1 പറഞ്ഞു, എടാ നീ അങ്ങനെ എന്നെ ഒന്നും കൊച്ചാക്കണ്ട. എൻ്റെ പേരിൽ എത്രയോ സിനിമകളുണ്ടെന്ന് അറിയാമോ? ആ കേൾക്കട്ടെ, നിൻ്റെ സിനിമ ഒന്ന് ഞാൻ കേൾക്കട്ടെ. നമ്പർ 1 എന്ന സിനിമ, എന്നാ നീ പിടിച്ചോ 2ാമൻ എന്ന സിനിമ. ഒന്നിങ്ങ് വന്നെങ്കിൽ എടാ എൻ്റെ നല്ല അഡാറ് സിനിമയുടെ പേരാടാ 2 പെൺകുട്ടികൾ എന്ന സിനിമ എൻ്റെ കയ്യിലുള്ളത്. അപ്പം 1 ആലോചിച്ചു, സ്ത്രീയുടെ പേരുള്ള ഒരു സിനിമ പറയാമെന്ന് വെച്ചാൽ ആലോചിച്ചു. പറഞ്ഞു, ഒരു മുത്തശ്ശി ഗത. നിനക്ക് ഇത്ര ആലോചിച്ചിട്ട് ഒരു മുത്തശ്ശിനാണ് കിട്ടിയേ. എനിക്ക് കിട്ടിയിടാ നല്ല 20 മണവാട്ടി. 1ന് ദേഷ്യം വന്നു. 1 പറഞ്ഞു, നീ എന്നാ പിടിച്ചോ ഏകലവ്യൻ ഇരട്ട. പറഞ്ഞു, ഒറ്റാൽ 2 ഒരു യാത്രാമൊഴി 2ാം ഭാവം. 1ൻ്റെ ഭാവം മാറിയില്ലേ? 1 പറഞ്ഞു, എടാ നീ ഇത്രയൊന്നും പറയണ്ട, ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ്. നിനക്കറിയാമോ, ഈ ക്രോണിക് ബാച്ചിലറായിട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് ഇപ്പോഴും എല്ലാവരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പേരിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അതെ കുട്ടികളെ, ഞാൻ 2 പാട്ട് മൂളാൻ പോവാണ് കേട്ടോ. ഈ നിങ്ങൾ കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തില്ലെങ്കിൽ ആരും കരയരുത് കേട്ടോ. ഇതുവരെ ഞാൻ പാട്ട് പാടിയിട്ടില്ല. എൻ്റെ ദൈവമേ, എടാ അന്ന് നീ ഒന്ന് പാട്ട് കേൾപ്പിക്കടാ എന്ന് 2 പറഞ്ഞപ്പം 1ന് ഈ പാട്ട് പാടുക എന്നുള്ള ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ശരിയാവണല്ലോ. 1ആം കുന്നിന്മേൽ കൂട് കൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാം വാ. എന്തു പാട്ടാടാ, ശ്രുതിയില്ല, താളവും ഇല്ല, ലയവും ഇല്ല. എന്നാൽ നീ ശ്രുതിയും താളവും ലയം വെച്ച് നീ ഒരു പാട്ടങ്ങ് പാട്. അവൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ ഈ പാട്ട് പാടണല്ലോ. 2 ഏല 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 ഏലമ്മ ഓല 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 ഓലമ്മ. നിർത്തടാ നിന്റെ ഏലയും ഓലയും. എന്തിന് കൊള്ളാടാ, ടെമ്പോ ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, കാറില്ല. എന്ത് പാട്ടാടാ നീ എന്നെ കൊണ്ട് എന്താ വിചാരിച്ചെന്ന് 1 ചോദിച്ചു. 1 പറഞ്ഞു, നിനക്കറിയോ നമ്മുടെ കാലാവസ്ഥ പ്രവചനത്തിൽ ഒരു പ്രത്യേക പ്രാധാന്യം ചെറുതായിട്ട് എനിക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പേപ്പറിൽ ചിലയിടങ്ങളിൽ ചില സമയത്ത് അങ്ങിങ്ങായി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. അപ്പോൾ 1 ചിരിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ കൂടെ 2 ഇടിവെട്ടും 2 ഇടിമിന്നലും കൂടി ഉണ്ടാവിടാന്ന് പറഞ്ഞു. ഈ 2 ഒരു കലിപ്പൻ തന്നെ. ഈ കലിപ്പനെ ഒന്ന് നമുക്ക് അടിച്ചിരുത്തണമല്ലോ എന്ന് 1 ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ഒറ്റപ്പാലെന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റപ്പാലെന്ന്
പിന്നെ സിനിമാക്കാരുടെ സ്വന്തം സ്ഥലമല്ലേ ഒറ്റപ്പാലം. അത് കേൾക്കാത്തവരായിട്ട് ആരുള്ളേ? നീ 2 കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് 2 ചോദിച്ചു. അപ്പോൾ ഒന്നിന് വിഷമായി. ഒന്ന് പറഞ്ഞു, നീ ഒറ്റയാൻ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്, അതല്ലേ കുറേ കേട്ടിട്ടുണ്ട്, അതല്ലേ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ. പക്ഷേ നീ ഒന്ന് കേട്ടിട്ടില്ല, നീ ഇരട്ടച്ചങ്കൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? അതോടുകൂടി ഒന്നൊന്നങ്ങ് പതുങ്ങി. ആ പതുങ്ങിയ നേരത്ത് 2 ഒന്ന് തോണ്ടിക്കൊടുത്തു. പാഠം 1 ഒരു വിലാപം. നമ്മളിങ്ങനെ ഈ 1 2 ഈ തല്ലി പിടിച്ചങ്ങനെ വിടേണ്ട ആവശ്യമില്ലല്ലോ. അവരെ നമുക്കൊന്ന് സ്നേഹിക്കണ്ടേ? ഞാനൊന്ന് പോയി രണ്ടാമതൊന്ന് തിരിച്ചു വരാം. ഞാൻ സോഫി പോളി, ഇരിഞ്ഞാലക്കുട. ഒന്നും ഇമ്മിണി വലിയ ഒന്നെന്നാണ് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുള്ളത്. പുതിയ തലമുറ പറയണത് 1 3 1 2 നമുക്കറിയാം. 2 1 പോയാൽ 1 നമുക്കറിയാം. 1 2 പഠിക്കാത്തവർ ചുരുക്കം. 1 2 പോകാത്തവരുണ്ടോ? കൈ പൊക്കണ്ട. ഇന്ന് പോകാത്തവരെ കുറിച്ചല്ല ചോദിച്ചത്. ഇന്ന് പോകാത്തവരുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് അമർന്നിരുന്നോ. ഇതുവരെ പോവാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്, സെറ്റായേ. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു 1 വലുത് 2 വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ 1 വലുത്, 2 നീ ചെറുതല്ലേ, നീയാണ് 2ാമൻ, 1 വലുത്. ഉണ്ണിക്കുട്ടന് ആ മാത്തമാറ്റിക്സ് അങ്ങോട്ട് മനസ്സിലായില്ല. അതിൻ്റെ തർക്കത്തിൽ നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ ചോദിച്ചത്, നീ എത്ര നേരമായി നിങ്ങൾ പോയിട്ട് എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഒന്നും പറയണ്ടടി, മാർക്കറ്റിൽ വെച്ച് 1 2 കൂട്ടുകാരെ കണ്ട് അവരോട് 1 2 പറഞ്ഞിരുന്ന സമയം പോയി അറിഞ്ഞില്ല. ഓ, നിങ്ങൾക്ക് 1 2 പറഞ്ഞ് അവിടെ ഇരുന്നാൽ മതി, ഇവിടത്തെ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. അങ്ങനെ ഒരു 1 2 പറഞ്ഞ് അവരങ്ങോട്ട് വഴക്കിലായി. ഈ 1 2 പറഞ്ഞാണ് മിക്ക വീടുകളിലും വഴക്കായിട്ട് 2 1 മാറണേ. പക്ഷേ ഈ 1 2 പറഞ്ഞ് സ്നേഹമാവുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ 1 2 പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ്റെ അപ്പനും അമ്മയും അങ്ങ് സ്നേഹമായി. പിറ്റേ ദിവസം അവരൊരു കല്യാണത്തിന് പോയി. പോണ വഴിക്ക് പ്രസൻറ്റേഷൻ വാങ്ങാൻ കടയിൽ കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക 1 എടുത്താൽ 2 ഫ്രീന്ന്. ഫ്രീ കണ്ട സന്തോഷിക്കാത്ത മലയാളികളുണ്ടോ? അവർ ഇത് വാങ്ങി, പ്രസൻറ്റേഷൻ വാങ്ങി പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛൻ വധുവരന്മാരെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല 1 അപ്പം 2ൻ്റെ പിന്നാലെ 1 ഉണ്ട്, 1ൻ്റെ പിന്നാലെ 2 ഉണ്ട്. അങ്ങനെ അവരങ്ങോട്ട് സ്നേഹിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 2 3 വാക്യങ്ങളുണ്ട്. അത് കുറേ പേരൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. നാം 2 നമുക്ക് 2, പിന്നെ ഉള്ളത് നാം 1 നമുക്ക് 1 1 2 പറഞ്ഞു, എടാ നമ്മളിങ്ങനെ വഴക്കടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ സ്നേഹിച്ച് നിൽക്കണ്ടേ. നമ്മളറിയാതെ തന്നെ നമ്മുടെ പേര് പറഞ്ഞിട്ട് പലരും രക്ഷപ്പെടേണ്ട സംഭവമുണ്ട്. അതെങ്ങനെയെന്ന് 2 ചോദിച്ചപ്പോൾ 1 പറഞ്ഞു, എടാ ഈ കുറേ പേര് ചെന്ന് കുറേ പേരോട് പൈസ കടം ചോദിക്കും. അപ്പം അവരെന്താ പറയുക, എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ എന്ന് പറയും. ഈ ജലമണ്ടന്മാർ ഈ ചോദിച്ചവർക്ക് പൈസ കൊടുക്കും. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക, അവരും പറയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാന്ന്. അപ്പോഴാണ് നിൻ്റെ 2ൻ്റെ ഒരു പ്രയോഗം. നീ അവൻ്റെ കുത്തി പിടിച്ച് 2 കൊടുത്താൽ വരാത്ത കാശും അവരുടെ ഇങ്ങോട്ട് വരും. അങ്ങനെ നമ്മളെ ആൾക്കാരൊക്കെ നമ്മൾ സ്നേഹിക്കണ്ട 1 2 എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഭയങ്കര സ്നേഹമായി. അപ്പോൾ പറഞ്ഞു, നമ്മൾ സ്നേഹസ്ഥിതിക്ക് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ. പിന്നെ ആഘോഷിക്കണം. നീ ഒരു ഫുള്ളിൻ്റെ ആളല്ലേ? അതെ, നീ ഡബിൾ ഫുള്ളിൻ്റെ ആളാണല്ലേ. എന്നാൽ പിന്നെ അതിത്തിരി കൂടുതലാണ്, നമുക്ക് ഹാഫ് ആക്കാം. അങ്ങനെ ഹാഫ് ആക്കാൻ സമ്മതമാണോ എന്ന് 2നോട് ചോദിച്ചപ്പോൾ 2 ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. ഒന്നൊരു നോട്ടവനെ അങ്ങോട്ട് നോക്കി. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാലം ഒന്ന് കണ്ണടച്ചു. 1 പോയവൻ 2 കഴിഞ്ഞ് വെള്ളം തൊടാതെ വന്നു എന്നുള്ളൊരു പരിഹാസ പ്രയോഗം കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു വെക്കുന്നുണ്ട്. 1 നിങ്ങളെ ഞാൻ 2 കണ്ടില്ല, 2 കണ്ടെന്ന് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. നല്ലൊരു കൈയടി. നല്ല പെർഫോമൻസ് ആയിരുന്നു ചേച്ചി. ഒരു വെറൈറ്റി ടോപ്പിക്. 1 2 ഇങ്ങനെയൊന്നും ആരും, അല്ലെ ആ ഒരു ടോപ്പിനെ കുറിച്ച് ആരും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. ഫെൽറ്റ് വെരി ഡിഫറെന്റ് ആൻഡ് ഫണി. ചോദിക്കാം,
ഇപ്പൊ 1-ാം സ്ഥാനം കൊടുക്കേണ്ടി വരുമോ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ 2-ാം സ്ഥാനം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു വലിയ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇതൊരിത്തിരി കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് ആണ്. ഭയങ്കര സൂചിയിൽ നൂല് കോർക്കുന്ന പോലെ പറഞ്ഞു പോകേണ്ടതായ നമ്മള് അനുഭവങ്ങൾ പറയുന്ന പോലെ അല്ല, അങ്ങനെ ഓർത്ത് പറയേണ്ട അപ്പുറത്ത് അപ്പുറത്ത് എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് വെച്ച് പോയി പറയേണ്ടതായിട്ടൊരു സ്ക്രിപ്റ്റാണ്. അത് ഗംഭീരമായിട്ട് പഠിച്ച് അവതരിപ്പിച്ചു. ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള പെർഫോമൻസുകളിൽ അമ്മയുടെയും അമ്മാവന്റെയും ബന്ധുക്കളുടെയും ഒക്കെ കഥകൾ പലതരത്തിൽ ഞാനുൾപ്പെടെ സുഹൃത്തുക്കളുടെയും കഥകൾ പറയുന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിനു മുമ്പ് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത സ്വഭാവമുള്ള ഒരു വിഷയം എടുത്തോണ്ട് വന്നാണ് അവതരിപ്പിച്ചത്. അത് വളരെ ഗംഭീരമായി. ഈ സ്ക്രിപ്റ്റ് എവിടെ നിന്ന് കിട്ടി? ഇല്ല, ആണോ? നല്ല രസമുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ഞാൻ തന്നെ എഴുതാം, പിന്നെ കേൾപ്പിച്ചു കൊടുക്കും എല്ലാവരും. സൂപ്പറായി. സോഫി ചേച്ചി ഗംഭീര പ്രകടനമായിരുന്നു, വളരെ ഗംഭീര പ്രകടനമായിരുന്നു. വിഷയത്തിന്റെ പുതുമ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുന്ന സമയത്ത് പിഷു പറഞ്ഞതുപോലെ അമ്മായിയമ്മേനെ പറ്റി പറയുന്നു, അമ്മാവനെ പറ്റി പറയുന്നു, അപ്പൂപ്പനെ കൊണ്ടുവരുന്നു, നമ്മളെ പറ്റി പറയുന്നു, കല്യാണം പറയുന്നു, അങ്ങനെ അതൊന്നും പറഞ്ഞാലും അത്ര തീരാത്തത്ര നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോണ്ടന്റ് എടുത്തിട്ട് നമ്മൾ തന്നെ ആലോചിച്ചു പോയി, ഇത്രയൊക്കെ ഉണ്ട് അല്ലേ ശരിക്കും. ഈ 1-2 വെച്ച് നമ്മൾ ഇത്രയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. അത് മാത്സ് ഇഷ്ടമാണോ സോഫി ചേച്ചിക്ക്? അതുകൊണ്ടാണോ അതോ ഇതെങ്ങനെ ഈ തോട്ടിലേക്ക് വന്നത്? നമ്മൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ വരും, 1ഉം 2ഉം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ എഴുതി അവിടെ ഇവിടെയൊക്കെ എഴുതിയിടും. പിന്നീട് അതിനെ വലുതാക്കി അങ്ങനെ ഒന്ന് കൊണ്ടുവന്നു. ഓക്കെ, താങ്ക് യു സോഫി ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ ഗെറ്റ് വെൽ സൂൺ. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. മൂവിംഗ് ഓൺ ടു our next performance. Let's welcome Niti. ഞാൻ നിറ്റി, പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ ഏതാക്രമം, പ്രസന്നരാജ് ആൻഡ് റീത കുമാരി. The name sponsored by my പേടിച്ചുതൂറി അമ്മാവൻ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മൈ റെഡ്സി രമേശ്. മാഷാഅല്ലാ, എന്തോരം മുഞ്ചത്തികൾ ഇവിടെ ഇരിക്കണത്. താത്ത, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? നമ്മുടെ അടുത്തുള്ള പിള്ളേരാ. നന്നായിട്ടുണ്ട്. നമ്മളൊക്കെ എന്തോരം മേക്കപ്പ് രാവിലെ തൊട്ട് ഇട്ടതാണ്, പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി ഇവരെയൊക്കെ കണ്ടപ്പോ. ശരിക്കും നിങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പ്രണയ വിവാഹം എന്നൊക്കെ പറയണത് ഏതാണ്ട് ഇലക്ഷൻ പോലെയാണ്. ഈ പ്രേമിച്ചു കിടക്കുന്ന കാലത്ത് സപ്ലൈകോന്റെ സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ ഇവന്മാര് കുറെ വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ ഏതാണ്ട് വളഞ്ഞു കഴിയുമെന്ന് മനസ്സിലായ കുറെയൊക്കെ ലംഘിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാലാ ഇതെല്ലാം സ്ഥാനാർത്ഥികളെ പോലെ അങ്ങോട്ട് മറന്നു പോകും. പിന്നെ വിതിലത്തിലെ ലാലേട്ടനും ആകും. പക്ഷെ അമ്മച്ചിയാണ് എന്റെ മാപ്പിള അങ്ങനെ അല്ല. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്, എടി ഞാൻ കഞ്ഞി കുടിച്ചാൽ നീ കുടിക്കും, ഞാൻ ബിരിയാണി കഴിച്ചാൽ നീ കഴിക്കുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാണ് ഈ 30 ദിവസത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കഞ്ഞിയാണ് കുടിക്കണേന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പണ്ട് ഈ വാഗ്ദാനം കൊടുക്കണതിന് ഏറ്റവും പൊളപ്പലായിട്ട് കൊടുത്ത നെടുമുടി വെച്ച വേണുചേട്ടനാണ്. കാവേരി കഥയിൽ ഒരു വാഴാനൊരു കൊട്ടാരം, കബനി നദിക്കരയിൽ കളിക്കാനൊരു പൂന്തോട്ടം, കുളിക്കാനൊരു പൂഞ്ചോല, പാടൂല എന്ന് പറഞ്ഞത് കേട്ട് ഈ കാമുകി ഇതും വിശ്വസിച്ച് കൂടെ ചെന്നപ്പോഴേ അവിടെ ടാർപ്പ വിരിച്ച ഒരു കുടിലും അങ്ങേരെ എന്റെ കയ്യിൽ കീറി വെച്ച ഒരു കുളിമുറിയും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചോ, പോകരുത്. അപ്പൊ ഈ മുട്ടേന്ന് വിരിഞ്ഞ സമയത്ത്, കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ, അപ്പൊ എനിക്ക് എൻ്റെ അന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ സ്കൂളിലെ സീനിയർ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പ്രണയം ബോംബ് വെച്ച് തട്ടിക്കലായിരുന്നു എൻ്റെ പരിപാടി. ഏതാണ്ട് ഒരു ജാതിക്കാത്തോട്ടം പോലൊരു പ്രണയം എൻ്റെ മാപ്പിളയ്ക്ക് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പ്രണയിനി എന്ന് പറയുന്നത് ഏതാണ്ട് മറ്റേ വെട്ട സിനിമയിലെ നായികയെ പോലെ ഒരു ഈർക്കലിക്കും പെണ്ണായിരുന്നു. ഈ സമയത്ത് ഏതാണ്ട് താറാക്കോഴി നടന്നു വരണ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി വന്ന ഒരു കൊമരിയെ കണ്ണിറക്ക് കാണിച്ച ഈ ചേട്ടന് എന്തറിയാ ഇത്, ഞാൻ ഈ പ്രണയം വെട്ടാത്തി കണ്ട് പൊളിച്ചു വെട്ടി അടിക്കും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അത് എങ്ങനെയാണ്? അന്ന് എനിക്ക് സ്കൂളിൽ പനിയായിരുന്നു കേട്ടാ. ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞ്
10 സീല റെൻസിയെ വിളിക്കണം, ഛർദിലാണെന്ന് പറയാൻ പറഞ്ഞു. ഈ പ്യൂൺ എന്താ ഈ ഒരു കൊച്ചു തുണ്ടില് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് 6 സീല നിറ്റിക്ക് ഛർദില് റെൻസി രമേശിനെ വീട്ടിൽ കൊണ്ടാക്കായി. അപ്പൊ അവിടെ ഇരുന്ന പള്ളികളെല്ലാം കൂടെ പറയടാ നീയൊക്കെ എപ്പോഴാ ഒപ്പിച്ചെന്ന് പറഞ്ഞ് യവന്മാരങ്ങാട്ട് ചിരിയും തുടങ്ങി. അപ്പോഴേ ഈ ഈർക്കലി കമ്പി അപ്പുറത്തിരിക്കുകയാണ്. പിന്നെ പറയണോ പ്രണയം എപ്പോ പൊട്ടുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഏതാണ്ട് പഴുത്ത ചക്കയുടെ പുറകെ ഈച്ച പറ്റണക്ക് എന്റെ പുറകെ അങ്ങ് കൂടി. ഞാൻ തരീത് ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മമ്മേരോട് പറഞ്ഞു. അവരെന്തരീത് അവര് ഹിറ്റ്ലർ മാധവൻകുട്ടി വരണക്ക് റോഡിൽ ഒന്ന് തിരക്കിയിരുന്നു. പക്ഷെ ഇവരെന്തരീത് വാണം വിട്ട പോലെ വേറൊരുത്തൻ്റെ സൈക്കിളിൽ കയറി പോവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പുള്ളിക്കാരനും മുല്ലവള്ളിയും തേമ്പാവും പോലെ പ്രണയം ഇവിടെ ആയി. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സ്കൂളിന് പുറത്തു പോയി. എൻ്റെ ഒരു ഉറച്ചിറക്കം അവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു പിന്നെ കബൂത്തർ. ഏതാണ്ട് 1.5 വർഷം ഞാനും പുള്ളിക്കാരനും കൂടെ മൈനെ പ്യാർക്കിയ കളിച്ചു. പക്ഷെ എന്നിട്ടും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ കബൂത്തർ ഈ ലെറ്ററെല്ലാം പൊട്ടിച്ച് വായിക്കണുണ്ടെന്നു. അവസാനത്തെ ലെറ്റർ ഞാൻ പുള്ളിക്കാരനെ എഴുതുമ്പോൾ അതിൽ 1 ഫ്രീ എന്ന് പറഞ്ഞ എനിക്ക് ഒരു വെള്ള പേപ്പറും അതിലൊരു കൊച്ചു തുണ്ടും കൂടെ വെച്ചിരുന്നു. അതിൽ ഞാൻ എഴുതിയിരുന്നു ഈ വെള്ള പേപ്പർ മെഴുകുതിരി കാണിച്ചാൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഈ കബൂത്തർ അതും വായിച്ച് എവന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തെറിയതെന്നറിയാമോ, ചിമ്മിനി കത്തിച്ച് അതിന്റെ മൂട്ടിൽ ഈ പേപ്പർ കത്തിച്ച് എന്തൊരു പറയാ ഈ പേപ്പർ മൊത്തം കത്തിപ്പോയി. ഈ നിമിഷം വരെ അവ ഈ പേപ്പർ കത്തിയാൽ ഞാൻ എൻ്റെ അടുത്താ എൻ്റെ മാപ്പിള എടുത്താ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവ എന്തെറിയതെന്ന് കേൾക്കണ്ടേ. ഇവ ഇത് ആരുടെയും പറഞ്ഞെന്ന് മാത്രമല്ല നമ്മൾ 2 പാത്രമാവുകയും ചെയ്ത്. നിങ്ങളൊരു കാര്യം കേൾക്കണം, 2 മണിക്കൂർ എൻ്റെ ഹീറോ പേനയിലെ മഷി മൊത്തം കഴുകിക്കളഞ്ഞ് ഉള്ളിനീര് മൊത്തം അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് ഞാൻ എഴുതിയ കത്താണ്. അമ്മച്ചിയാണ് ഇത് നാട്ടുകാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സയന്റിസ്റ്റ് ആയേനെ. പക്ഷേ സയന്റിസ്റ്റ് ആയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ 2 പാത്രവും ആയി. ഏതാണ്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഒരു 10-15 വർഷം ഈ വേട്ടാവുളിയൻ ഈ എൻ്റെ മാപ്പിളരോട് ഗൾഫിലുണ്ടായിരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും ആ മാക്കറിമോർ അങ്ങേരെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ ലെറ്റർ കത്തിപ്പോയെന്ന്. പാവ എൻ്റെ ഹസ്സു XI, XX, XXX അഡിക്റ്റ് ആയി. പിന്നെ താമരക്കുളത്തിലെ താമരയായി. പക്ഷേ ആദ്യമൊക്കെ ക്ലാസ്മേറ്റിൽ പൃഥ്വിരാജ് ആയിരുന്നെങ്കിലും പിന്നെ എൻ്റെ തേപ്പും മറ്റേ പ്രവാസി ജീവിതമൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ ഏതാണ്ട് ആടുജീവിതത്തിലെ പൃഥ്വിരാജായിട്ട് മാറി. പക്ഷേ ഞാനും പുള്ളിക്കാരനും പിന്നെ കണ്ടതേ ഇല്ല. ഏതാണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങേരെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കണ്. എടി നിനക്കറിഞ്ഞൂടെ മറ്റേ റെൻസി എടി അവൻ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കണമെന്ന്. അപ്പൊ നീ അവരുടെ ഒരു ജീവിതം കൊണ്ടടിയെന്ന് പറഞ്ഞു. ഞാൻ ഈ കേൾക്കാത്ത മതി എന്തറിയത് പുള്ളിക്കാരൻ്റെ നമ്പരൊക്കെ തപ്പിപ്പിടിച്ച് പുള്ളിയെ വിളിച്ച് എങ്ങനെയെന്നറിയാമ എൻ്റെ സൗണ്ടിലല്ല വേറൊരു പൈല് വിളിക്കണതായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ ഓർമ്മകളും മറ്റുമൊക്കെ ഉണ്ടാ? അപ്പൊ പുള്ളി അറിഞ്ഞില്ല. പക്ഷെ ഈ പൈലിന് എന്നെ മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ്റെ നമ്പരൊക്കെ പിടിച്ച് എന്നെ വിളിച്ച് തേച്ചിട്ട് പോയ എൻ്റെ പണി മൊത്തം ഞാൻ ചെവി കൂടെ കേട്ട്. പക്ഷെ ഞാനാണെങ്കിൽ മദർ തെരേസയായിട്ട് നിന്നു എടുത്തു. പക്ഷേ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നമ്മൾ ഏതാണ്ട് മത്തിക്കറിയും കിഴങ്ങ് പോലെ ആയി. വീട്ടിൽ ചെന്ന് പറഞ്ഞു ഏതാണ്ട് സെറ്റായപ്പോൾ പുള്ളിക്കാരന് വേറൊരു പ്രപ്പോസൽ. അപ്പൊ നിങ്ങൾക്ക് സഹിക്കുമോ? എനിക്ക് സഹിച്ചില്ല. പക്ഷെ എന്തൊരു കൊമരി ഗൾഫിൽ മാജിക് കാണിക്കണ പെണ്ണ്. അപ്പൊ ഇവരെന്തായിരുന്നു ഓക്കെ പറയാന്ന് വിചാരിച്ച് പെണ്ണിനെ കാണാനായിട്ട് പെണ്ണിന്റെ വീട്ടിൽ എല്ലാരും കൂടെ ചെല്ലുമ്പോ അവിടെ മറ്റേ വിഷാരടി ചേട്ടന്റെ കിളി ഉണ്ടായിരുന്നു. ആ കിളിയല്ല പഞ്ചവർണ്ണ തത്ത. ഇതൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരനൊരു ചാഞ്ചാട്ടം. എങ്ങാനും ഇവള് വല്ല മാജിക് കമ്പനി ഇട്ടാലേ മേശയൊക്കെ ഇട്ടിരുന്ന് എനിക്കിരിക്കാമല്ലോ. കാരണം എന്തിനാ പൈസകളും മറ്റുമൊക്കെ പിരിക്കാനേ. പക്ഷേ 2ാമത്തെ ദിവസം അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ കുറെ അമ്മാവന്മാരുമായിട്ടാണ് വന്നു. കഴിഞ്ഞ് ഡിജിറ്റൽ സർവേക്ക് വന്ന വില്ലേജ് ഓഫീസർമാരെ പോലെ കണ്ട പെരയിടവും തെങ്ങും കുഴിയും മൊത്തം ഈ അമ്മാവന്മാരെ അളന്നു കുറിച്ചെന്ന് മാത്രമല്ല മറ്റേ XXX കൂട്ടിയിട്ടിരുന്ന കുപ്പി മൊത്തം കണ്ടുപിടിക്കുകയും ചെയ്ത് 8 നിലയെ ആ കല്യാണം പൊട്ടുകയും ചെയ്ത്. അപ്പൊ പന്ത് ആരെ കോർട്ടിലാ? വീണ്ടും പന്ത് എൻ്റെ കോർട്ടിലായി. അങ്ങനെ പൊളപ്പനായിട്ട് നമ്മളെ കല്യാണവും കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ 25 വർഷം ചീഞ്ഞു പോയ കാര്യമൊന്നും പുള്ളിക്കാരൻ മറന്നുപോയി. ഞങ്ങൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഒരു കാര്യം, പുള്ളിക്കാരൻ ഏതാണ്ട് 2 വയസ്സ് കുട്ടികളെ പോലെയാണ്.
അവർ ലോലിപോപ്പ് കഴിക്കുമെങ്കിൽ പുള്ളിക്കാരൻ 555 ഉണ്ടല്ലോ 555 ആയി കാണും. പണ്ടൊക്കെ ഞാൻ ആ പുള്ളിക്കാരനെ കാണുമ്പോൾ പ്രേമത്തോടെ പാടിയിരുന്നത് കോടക്കാർ വർണ്ണന്റെ അധരങ്ങൾ ചുംബിക്കും കോടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ. പക്ഷേ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഞാനത് തിരുത്തി പാടി തീവണ്ടിയാം നിങ്ങൾ വലിച്ചു തള്ളുന്നൊരു കുറ്റിയായി ഞാൻ മാറിയെങ്കിൽ. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു ടീച്ചർ കൊച്ചുങ്ങളെ പാട്ട് പഠിക്കണ വീഡിയോ. പുള്ളി ഇത് കണ്ട ഉടനെ വന്നിട്ട് പറയണു എത്ര നന്നായിട്ടടി ആ ടീച്ചർ കൊച്ചുങ്ങളെ പഠിപ്പിക്കണത്. നോക്കിയപ്പോ നല്ല പൂത്തിരികത്ത് നിൽക്കണം. ഞാൻ ചോദിച്ചു എന്തരി അടി അതാ പഴയ ഈർക്കലി കമ്പിയാണ്ടി കഷ്ടമായിപ്പോയി അവളെ ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നു. ഞാൻ വിടുവോ? എൻ്റെ മനസ്സിൽ 8 നിലയിൽ വേടി പൊട്ടി വേറൊരു സാധനം കൂടെ പൊട്ടി ലഡു. ഞാൻ എന്തായാലും ഇത് കുത്തിയിരുന്ന് 2 മാസം കൊണ്ട് ആക്ഷൻ സോങ് ഫുള്ള് പഠിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു കിൻഡർ ഗാർഡൻ അങ്ങ് തുടങ്ങി. പുള്ളിക്കാരനെ ഒരു വേഷമിട്ട് ഞാൻ അവിടെ ഇരുത്തി. പുള്ളിക്കാരൻ ഇനി എങ്ങും പോകൂലല്ല. അപ്പോൾ സാധാരണ ഈ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയും ചിരിക്കുമ്പോഴും കരയുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ നോക്കരുതെന്ന്. അത് പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കാണ് എനിക്കത് പറഞ്ഞു തരാൻ തോന്നുന്നത്. ഭാവിയിലോ നിങ്ങൾ ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയ ടെക്നിക്ക് പറഞ്ഞുതരാം. അതിനെയാണ് സ്വരാക്ഷര ചിരി എന്ന് പറയണത്. അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെ പറഞ്ഞത് കിൻഡർ ഗാർഡൻ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യ്. ഏതാണ്ട് ഇതൊക്കെ കണ്ട് പഠിച്ച ജീവിതകാലം മൊത്തം ചിരിക്കാം, അല്ലെങ്കിൽ പാടുപെടും. നന്ദി, നമസ്കാരം. ഞാൻ ആലോചിക്കുമായിരുന്നു ഇന്നത്തെ 2 പെർഫോമൻസ് അല്ല, ഒന്ന് ഇരിങ്ങാലക്കുട സ്ലാങ്ങില്, പിന്നെ കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം സ്ലാങ്ങില് നമുക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയി പോയിട്ട് രണ്ടും. അതെ അതെ. നിറ്റി ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് ശരിക്കും? അല്ല, ഞാൻ ഇങ്ങനെ അല്ല, നമ്മൾ പെർഫോമൻസിന് വേണ്ടി കുറച്ചൊന്ന് എക്സാജറേറ്റ് പ്രസന്റ് ചെയ്തതല്ലേ, നന്നായിരുന്നു. നിറ്റി നല്ല രസമുള്ള പ്രകടനമായിരുന്നു. നിറ്റിയുടെ പറച്ചിലും കഥകളൊക്കെ ചില സമയത്ത് ഈ രസത്തിനപ്പുറം ചില സമയത്ത് നിറ്റി ഒരു ഇച്ചിരി സ്ട്രെയിൻഡ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിറ്റിക്ക് ഇപ്പം കുഴപ്പമില്ല, എന്നാലും ആ കത്തയച്ചതും ആ പെണ്ണിനെ കണ്ടതും നിങ്ങളുടെ സ്കൂളിൽ പോയതും സ്കൂളിലെ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ സംരംഭത്തിലെയും എന്നൊക്കെ പറയുന്ന സിനിമയിൽ ലാലേട്ടനൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഓർക്കാപ്പുറത്ത് വരുന്ന ചില ക്രിക്കറ്റ് കളിയിൽ അവസാനത്തെ ഓവറിൽ 2 4 അടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവസാനം ആ അക്ഷരമാലയുടെ ചിരിയിലൊക്കെ അതിനെ കൊണ്ട് കെട്ടി ഈ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ചിരിയൊക്കെ വളരെ അതിൽ എന്ത് ചിരിയായിരുന്നു അത് എന്ന് പറഞ്ഞ് ചിരി. അതൊക്കെ വളരെ നല്ല രസമുള്ളൊരു പ്രകടനമായിരുന്നു കേട്ടോ. ഒപ്പം നിറ്റി ഇങ്ങനെ ഇവിടെ വന്ന് പരിപാടി ഇപ്പൊ പറയുന്നതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ആവുന്നത് റിൻസി. തീർച്ചയായും പുള്ളിക്കാരന്റെ സപ്പോർട്ട് മാത്രമാണ്. കാരണം അവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഒരു 100 ഇരട്ടി സ്ട്രെസ്സാ. പുള്ളിക്ക് എന്റെ പണി, പുള്ളി ഒറ്റയ്ക്കാണ്. പുള്ളി ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേറ്റർ ആയിരുന്നു. പുള്ളി ഡേ കെയർ തുടർന്നോടുകൂടി അത് പൂർണ്ണമായിട്ടും എന്റെ കൂടെ. ആക്ഷൻ സോങ് പഠിച്ച് കിൻഡർ ഗാർഡൻ ശരിക്കും തുടങ്ങിയോ? അയ്യോ, അത് സത്യമാണോ? സത്യമാണ് പറഞ്ഞത്. ഇതെല്ലാം സത്യമാണോ? നിങ്ങളാ റിൻസി ഛർദിച്ചു എന്ന് പറഞ്ഞ കഥയൊന്നും സത്യമൊന്നും അല്ല. അത് സത്യമാണ്. അമ്മച്ചിയാണ് സ്കൂളിൽ പഠിക്കുമ്പോ ഛർദിച്ചു എന്ന് പറഞ്ഞ് മറ്റവനെ വിളിപ്പിക്കാൻ പറഞ്ഞോ? അതൊക്കെ നല്ല പുള്ളിക്കാരന്റെ പുറകെ ശല്യം ചെയ്തോണ്ട് വന്നു. അപ്പൊ നിങ്ങള് മറ്റേ ഉള്ളിയുടെ മഷി വെച്ച് കത്തെഴുതിയത് സത്യ കാമുകം കൊണ്ട് കൊടുത്തില്ലേ? ഓ, അതുകൊള്ളാം. അത് ചിലരങ്ങനെ. എൻ്റെ ഒരു കൂട്ടുകാരൻ റിയ എന്ന് പറഞ്ഞൊരുത്തനുമായിട്ട് ഇതായിരുന്നു, പ്രണയമായിരുന്നു. അപ്പം പച്ച കുത്തി കയ്യില് റിയ എന്ന് പച്ച കുത്തി അവള് പറ്റിച്ചവൻ ഫുൾ കൈയിട്ട് കുറെ നാൾ നടന്നത് മായ്ക്കാൻ വലിയ തൊല്ലുണ്ട്. പിന്നെ ഇവൻ ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവൻ ബിരിയാണി ഹട്ട് എന്നാക്കിയിട്ട് ആ റിയ നടുക്കാക്കിയിട്ട് ബിരിയാണി എന്നാക്കിയത്. റിയ നടുക്ക് വരത്തക്ക രീതിയിൽ കയ്യില് ബിരിയാണി എന്ന് പച്ച കുത്തി നടക്കുകയാണ്. റിയ നടുക്ക് കിടപ്പുണ്ട് പഴയത് ഇപ്പോഴും. പുള്ളിയെടുത്ത് വളരെ രസമായി കേട്ടോ, സൂപ്പറായി.
നിറ്റി നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നിറ്റിയുടെ. ആസ് യൂഷ്വൽ നിറ്റി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നിറ്റിയുടേതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലൂടെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ പറയുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു നിറ്റി അനുഭവിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. അല്ലെങ്കിൽ ഇത്രയും എഫക്റ്റോടുകൂടി പറയാൻ പറ്റുന്ന തോന്നിയിട്ടില്ല. പിന്നെ വിഷു പറഞ്ഞ പോലെ ലാസ്റ്റിലെ ആ ഒരു ചിരി, ടെയിലൻറ്റ് വാസ് ദ ബെസ്റ്റ് എന്ന് പറയില്ലേ, അത് അങ്ങനെയാണോ പഠിപ്പിക്കണേ കുട്ടികളെ അവിടെ? അത് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ആണോ? സ്വരാക്ഷര ചിരി അങ്ങനെയാ പേര് അതിന്? അത് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ സ്ലാങ് ഒക്കെ ഇങ്ങനെ നാക്കിന് കട്ടി കൂടുക അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോ കുട്ടികൾക്ക് ഇത് എളുപ്പമായിട്ട് വരും അല്ലേ? അപ്പൊ ഇത് ഒരു സിലബസിലുള്ളതാണോ അതോ നിറ്റി ആയിട്ട്? ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടെ, അപ്പൊ തെറാപ്പി ബേസ് അങ്ങനെ ഒരു രീതിയിൽ ഞാനിത് കൊടുക്കുന്ന സാധനമാണ്. അങ്ങനെ തന്നെ പോട്ടെ, നല്ല രീതിയിൽ ഇനിയും നിറ്റിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നിറ്റിക്ക് ഞാനൊരു പാട്ട് തുടങ്ങി കിൻഡർ ഗാർട്ടനിലേക്ക് പഠിപ്പിച്ചു തരാം. പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. കൊല്ലരുത്. ഇല്ല, ഇത് തന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഞ്ചി ഉണങ്ങിയാൽ ചുക്ക്, ഈരഞ്ച് കൂടിയാൽ 10. ഇഞ്ചി ഉണങ്ങിയാൽ ചുക്ക്, ഈരഞ്ച് കൂടിയാൽ 10. 10-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 9 നവഗ്രഹങ്ങൾ. 9-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 8 അഷ്ടവസുക്കൾ. 8-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 7 മഴവില്ലിൻ കളറ്. 7-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 6 ഈച്ചയ്ക്ക് കാല്. 6-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 5 പഞ്ചാത്ഭുതങ്ങൾ. 5-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 4 മേശയ്ക്ക് കാല്. 4-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 3 തേങ്ങയ്ക്ക് കണ്ണ്. 3-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 2 മനുഷ്യർക്ക് കാല്. 2-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ 1 കിണ്ടിക്ക് വാല്. 1-ൽ നിന്നും ഒന്നങ്ങ് പോയാൽ ഇല്ലല്ലോ അട്ടയ്ക്ക് കണ്ണ്. തീർച്ചയായും ഞാനിത് പഠിച്ച് ഉടനെ തന്നെ കൊടുത്തിരിക്കും. താങ്ക് യു താത്ത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ താങ്ക് യു സോ മച്ച് നിറ്റി. പെർഫോമൻസ് ഗംഭീരമായി. മാർക്സ് കുറച്ച് അറിയാം. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. നമസ്കാരം. എന്തോ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചാലോ? നമ്മൾ പിടിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് നിങ്ങളായിട്ടൊന്ന് ചെയ്യുന്നുള്ളൂ. കുറെ പാരഡി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ പല രീതിയിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ഭക്തിഗാന ഒരു സംഭവം പാടിയിട്ടില്ല ഇവിടെ. ഈയിടയ്ക്ക് ഒരു മാപ്പിളപ്പാട്ട് പാടിയതൊക്കെ വളരെ നല്ലതായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ എന്നെ പരിചയമുള്ള ആൾക്കാരും കൂടെ വിളിച്ച് നിങ്ങളുടെ പാട്ട് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ നമുക്കൊരു വിഗ്രഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ഭക്തിഗാനം ഒരെണ്ണം ഇറക്കിയാലെന്ന്. എന്താണ് അതിന്റെ കണ്ടന്റ്? എന്താണ് അത്? വിഗ്രഹം മോഷ്ടിക്കാൻ വന്ന ഒരു കള്ളനെ പോലീസ് ചോദ്യം ചെയ്യണ ഒരു സംഭവം. എന്താ അമ്മാവ, അതാണോ ഭക്തി? ഒരു വിഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും അതൊരു ഭക്തിഗാനമാവില്ല. അതിന് ഭക്തി വേണം. അമ്പലത്തിൽ കള്ളം കയറിയ കഥ ഇത് പാരഡി തന്നെയാ. ഇത് പാരഡിയാ. അമ്പലത്തിൽ കള്ളം കയറി പോലീസ് ചോദ്യം ചെയ്യുന്ന സാധനം ഭക്തിഗാനാവോ? ആണല്ലേ? അങ്ങനെ ഭക്തിയാവൂല. അതല്ലേ ഭക്തിയാവൂല. ഭക്തി മാതാവിന്റെ പാട്ടാന്ന് പറഞ്ഞിട്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പാടി ആരെയായി പോയില്ല. അപ്പൊ വിഗ്രഹം മോഷ്ടിച്ച ഒരുത്തരം പോലീസ് പിടിച്ച ഭക്തിയല്ല, പാരഡി. പാരഡി. അത് കേൾക്കാം. അത് പാടിക്കോട്ടെ. അത് പാടിയോ? തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാ രാത്രി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാ രാത്രി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാ രാത്രി. CCTV പതിഞ്ഞു നിൻ ദൃശ്യങ്ങൾ നല്ല ക്ലിയറായി. CCTV പതിഞ്ഞു നിൻ ദൃശ്യങ്ങൾ നല്ല ക്ലിയറായി. തുറന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാ രാത്രി.
പ്രശോഭനം പങ്കുചേർന്നാണോ പറഞ്ഞോ നീ തനിച്ചാണോ പ്രശോഭനം പങ്കുചേർന്നാണോ സാധാരണ സിമ്പിൾ മോഷണങ്ങൾ ഞാൻ സിംഗിളായി മാത്രം ചെയ്യാറാ ഇമാതിരി വള്ളി മോഷണത്തിൽ പ്രതി ഞാൻ മാത്രമാവാറാ തുരന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാരാത്രി തുരന്നോ നീ നിലാവിൽ വിഗ്രഹങ്ങൾ ചോർത്യൊരാരാത്രി So we have Sophie ചേച്ചി and നിറ്റി and ഇവരിൽ നിന്നും ആരാണ് the best performer അറിയാമപ്പോൾ രചന മാർക്സ് പ്ലീസ്. ഓക്കെ സോ സോഫി ചേച്ചിക്ക് എൻ്റെ വക 50-ൽ 46 മാർക്ക്. ഞാനും 46 മാർക്ക് തന്നെ സോഫി ചേച്ചിക്ക് കൊടുക്കും. So that makes 92 out of 100. Congratulations. Golden entry ലഭിച്ചിട്ടുണ്ട്. Yes, അതെ. And നിറ്റിക്ക് 50-ൽ 44 മാർക്ക്. നിറ്റിക്ക് 45 മാർക്ക്. 45 മാർക്ക്. So total 89 out of 100. So the best performer is Sophie ചേച്ചി. Congrats. Once upon a time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. Once Upon a Time സീസൺ 4-ന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. Until then, bye-bye. Once upon a time, once upon a time, once upon a time, once upon a time.